കനകനിറ കതിരൊളി തൂകും വയലീലകളും പണിശാലകളും നിരനിരയായി കൽപ്പവൃക്ഷങ്ങൾ നിറയും നാട് കടത്തനാട്. കടത്തനാട് കടത്തനാട് കടത്തനാട്. കേളി കേട്ട കളരികളും കുളിരരുവികളും വൻപുഴകളും ഉണ്ടിവിടെ. കേളി കേട്ട കളരികളും കുളിരരുവികളും വൻപുഴകളും ഒന്നായി ചേരുന്നൊരു നാടാണ് കടത്തനാട്. ജാതിഭേദമില്ലിവിടെ, മതദേശമില്ലിവിടെ, സത്യസമത്വ സ്വാതന്ത്ര്യത്തിൻ അമൃത തൂകും കടത്തനാട്. കടത്തനാട് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രൂപിണി തൊട്ടിൽപ്പാലം. സീബ്ര ബ്രേസിയേഴ്സ്, ബൂട്ട്സ് ഹൈപ്പർ മാർക്കറ്റ്, കല്ലാച്ചി. നമസ്കാരം. കടത്തനാട് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. പ്രധാന വാർത്തകൾ. പുറംകരയിൽ പഴയ കെട്ടിടം പൊളിക്കുന്നതിനിടെ കെട്ടിടം തകർന്ന് ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. എടോടിയിൽ പ്രവർത്തിക്കുന്ന അനശ്വര ചിറ്റ് ഫണ്ട് ഓഫീസ് പൂട്ടി ഉടമ മുങ്ങിയെന്ന് പരാതി, ഇടപാടുകാർ അങ്കലാപ്പിൽ. അരീക്കരക്കുന്ന് BSF കേന്ദ്രം ഉദ്ഘാടനം ഈ മാസം 26-ന് ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ നിർവഹിക്കും. തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുന്നുമ്മൽ ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണി നടത്തി. ആയിരക്കണക്കിന് സ്ത്രീകളാണ് പ്രതിഷേധവുമായി എത്തിയത്. അഖിലേന്ത്യാ ടൂർണമെന്റ് കാണികളുടെ തിരക്കു കാരണം ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. എടോടിയിൽ പ്രവർത്തിക്കുന്ന അനശ്വര ചിറ്റ് ഫണ്ട് ഓഫീസ് പൂട്ടി ഉടമ മുങ്ങിയെന്ന് പരാതി, ഇടപാടുകാർ അങ്കലാപ്പിൽ. 60ഓളം പേർ പണം തിരിച്ചുകിട്ടാൻ വടകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ മാത്രം 60 ലക്ഷത്തോളം രൂപയുടെ ബാധ്യത വരും. നൂറുകണക്കിന് ഇടപാടുകാർ കുറിയിൽ അംഗമായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. മൊത്തം കോടികളുടെ ബാധ്യത വരുത്തിയാണ് ഓഫീസ് പൂട്ടിയതെന്ന് പോലീസ് സംശയിക്കുന്നു. MC വിജയന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണിത്. ദിവസങ്ങളായി ഓഫീസ് പൂട്ടിയതിനെ തുടർന്ന് ഇയാളുടെ വീട്ടിൽ അന്വേഷിച്ചവർക്ക് സ്ഥലത്തില്ലെന്ന മറുപടിയാണ് ലഭിക്കുന്നത്. കമ്പനി ഡയറക്ടർ കൂടിയായ മകൻ MC ഷിജിത്തിനെയും ബന്ധുക്കളായ ചില ജീവനക്കാരെയും അന്വേഷിച്ചവർക്ക് ഇവരെ കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ ദിവസം വിജയൻ ഓഫീസിൽ വരുമെന്നറിഞ്ഞ് ഇടപാടുകാർ എത്തിയെങ്കിലും ആളെ കാണാതെ മടങ്ങുകയായിരുന്നു. 15 വർഷത്തോളമായി ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ 50,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ചിട്ടികളാണുള്ളത്. 3 മാസമായി സ്ഥാപനത്തിലെ ഇടപാട് ശരിയായ വിധത്തിലല്ലെന്ന് കുറിവരിക്കാർ പറയുന്നു. ഇതേ തുടർന്ന് പ്രശ്നമുണ്ടാക്കിയ പലർക്കും കഴിഞ്ഞ ദിവസം തുക നൽകാമെന്ന് ഉടമ വാഗ്ദാനം ചെയ്തിരുന്നത്രേ. പണം വാങ്ങാനെത്തിയവർ ഓഫീസ് പൂട്ടിയത് കണ്ട് മടങ്ങുകയായിരുന്നു. കഴിഞ്ഞ മാസം കമ്പനിക്ക് കേരള രജിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് വടകര പോലീസ് ഉടമ വിജയന്റെ പേരിൽ കേസെടുത്തിരുന്നു. ഇപ്പോൾ ഇടപാടുകാരുടെ പരാതിയെ തുടർന്ന് മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കടത്തനാട് ന്യൂസ്, വടകര. അരീക്കരക്കുന്ന് BSF കേന്ദ്രം ഉദ്ഘാടനം ഈ മാസം 26-ന് ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ നിർവഹിക്കും. ചടങ്ങിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. നാദാപുരത്തെ അരീക്കരക്കുന്ന് BSF കേന്ദ്രത്തിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം 26 വൈകിട്ട് 3 മണിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ നിർവഹിക്കും. ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, MP-മാർ, MLA-മാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അരീക്കരക്കുന്നിലെത്തിയ BSF DIG ജോർജ് മാഞ്ഞൂരാൻ, ഡെപ്യൂട്ടി കമാൻഡർമാരായ MM നൌഷാദ്, പ്രവീൺ കുമാർ എന്നിവർ അറിയിച്ചു. കടത്തനാട് ന്യൂസ്, നാദാപുരം. പുറംകരയിൽ പഴയ കെട്ടിടം പൊളിക്കുന്നതിനിടെ
കെട്ടിടം തകർന്ന് ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. വടകര മുനിസിപ്പാലിറ്റിയിലെ പുറങ്കരയിൽ കെട്ടിടം തകർന്ന് ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. പഴയ കെട്ടിടം പൊളിക്കുന്നതിനിടയിൽ പൊളിഞ്ഞു വീഴുകയായിരുന്നു. തലശ്ശേരി സ്വദേശി നവാസാണ് മരിച്ചത്. ഭീംദേഹത്ത് വീണ നവാസിനെ ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത്. ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികളെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നു രാവിലെ 11:30യോടെയായിരുന്നു സംഭവം. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. തലശ്ശേരി സ്വദേശിയായ നവാസ് പുറങ്കരയിൽ നിന്ന് വിവാഹം കഴിച്ച് ഇവിടെ താമസിച്ചു വരികയായിരുന്നു. 12 മണിയാക്കിട്ടോ, 12-12:15. രാവിലെ 6 മണിക്ക് തുടങ്ങി. 2 മണിയാകുമ്പോൾ നിർത്തേണ്ട പണിയായി. ഇത് ലാസ്റ്റ് അടിച്ച് കഴിയാനായി. അതിന് അടിച്ച് കഴിയാനേരം വീണത്, അടി കഴിയാനായാലും ആ കമ്പീൻ്റെ മുകളിലോട്ട് പോയി. ഒരാളവിടെ ഇരുന്നേനും നവാസ്, അതങ്ങനെ സംഭവിച്ചു. കടത്തനാട് ന്യൂസ്, വടകര. വടകര താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും കായക്കൊടി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നിയമ അവബോധം അകവും പുറവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വടകര താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും കായക്കൊടി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ദേവർകോവിൽ KVKMM UP സ്കൂളിൽ സംഘടിപ്പിച്ച നിയമ അവബോധം അകവും പുറവും നിയമബോധവൽക്കരണ ക്ലാസ് നാദാപുരം മുൻ ചീഫ് മജിസ്ട്രേറ്റ് KP സുനിത ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ അറിയാം, നമുക്ക് നിയമം അറിയില്ല എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് അല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷെ നമുക്കത് അറിയില്ല എന്നുള്ളതാണ് വളരെയധികം വാസ്തവമായിട്ടുള്ള ഒരു കാര്യം. പലർക്കും ഇപ്പൊ തന്നെ പുതിയ പുതിയ നിയമങ്ങൾ, അതായത് വൃദ്ധജനങ്ങൾക്കുള്ള നിയമങ്ങള്, സ്ത്രീകളുടെ ഡൊമസ്റ്റിക് വയലൻസ്, അതായത് ഗാർഹിക പീഡനങ്ങളെ കുറിച്ചിട്ടുള്ള നിയമങ്ങള്, ഇതൊന്നും നമ്മൾക്ക് വേണ്ട വിധത്തിലൊന്നും വേണ്ട സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികളെ കുറിച്ചിട്ടുള്ള, കുട്ടികൾക്കുള്ള അവരുടെ അവകാശങ്ങൾ, അവരുടെ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ, അവര് വിക്ടിമായിട്ടുള്ള കേസ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വരുന്നത്, അവർ ഒഫൻഡേഴ്സ് ആയിട്ട് വരുന്ന കേസസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പൊതുനിയമങ്ങൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് PK വിനോദൻ ക്ലാസ് എടുത്തു. ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ വുമൻസ് ആക്ട് പ്രകാരം ഇത് തെറ്റായ ഒന്നാണ്. ഈ അവതാരികമാര് ഇത്തരത്തിൽ ഈ അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ അവതരിപ്പിക്കുന്ന വാക്കുകളല്ല ഞാൻ പറഞ്ഞത്, അവരുടെ വസ്ത്രധാരണ രീതിയാണ്. അപ്പം ഇതിനെതിരായിട്ട് എത്ര മഹിളാ സംഘടനകളാണ് ശബ്ദമുയർത്തിയത്? ഒരു മഹിളാ സംഘടന ശബ്ദമുയർത്തിയില്ലല്ലോ. ടിയർ കേസുകൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്? ഇവിടുത്തെ സ്ത്രീകളൊക്കെ തന്നെ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നില്ലേ? ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സുകൾ എത്രത്തോളം ഇവിടുത്തെ ഈ കമ്പനികളൊക്കെ തന്നെ, പുരാഷ്ട്ര കമ്പനികളൊക്കെ തന്നെ സ്വാധീനിക്കപ്പെടുന്നതിന്റെ തെളിവുകളാണ് ഇതെല്ലാം. ഇവിടെ ചിയർ കേസുകൾ, ഈ ചിയർ കേസുകളിൽ എന്താ, ഈ ഫുട്ബോളും വോളിബോളും ക്രിക്കറ്റൊക്കെ നടക്കുന്ന സമയത്ത് ഗാലറിയിൽ നിന്ന് ഈ അർദ്ധനഗ്നരായ പെൺകുട്ടികൾ തുള്ളിക്കളിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇവിടുത്തെ കളി കാണാൻ വന്ന ആളുകൾക്ക് അവർക്ക് ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി, മനസ്സിന് ആഹ്ലാദം കിട്ടുന്നതിന് വേണ്ടി അവരെ നഗ്നത പ്രദർശിപ്പിക്കുകയാണ്. നമ്മൾ അറിയാതെ തന്നെ ഇതൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ ഇവിടെ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾക്കെതിരെ ഇതൊക്കെ തന്നെ ഉള്ള സമയത്താണ് എന്ത് ചെയ്തത്, നമ്മൾ ഇവിടുത്തെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത്. പരിസ്ഥിതി എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് രംഗീഷ് I ക്ലാസ് എടുത്തു. K ഉമർ മാസ്റ്റർ, C ശാന്ത, VK അനന്തൻ മാസ്റ്റർ, M റീജ, KP സുനില, VP കുഞ്ഞബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. കടത്തനാട് ന്യൂസ്, തൊട്ടിൽപ്പാലം. തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുന്നുമ്മൽ ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആയിരക്കണക്കിന് സ്ത്രീകളാണ് പ്രതിഷേധവുമായി എത്തിയത്. കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ NREGW യൂണിയന്റെ നേതൃത്വത്തിൽ കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. 3 മാസക്കാലമായി മുടങ്ങിക്കിടക്കുന്ന തൊഴിലുറപ്പ് വേതനം ഉടൻ വിതരണം ചെയ്യുക, വേതനം 320 രൂപയാക്കി ഉയർത്തുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ആയിരക്കണക്കിന് സ്ത്രീകളാണ് സമരത്തിനെത്തിയത്. ധർണാ സമരം KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുടിശ്ശികയുള്ള ലഭിക്കാനുള്ള തൊഴിലാളികളാണ് ഇവിടെ സമരത്തിന് വന്നിട്ടുള്ളത്. ഈ സമരത്തിന് വന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അധികാരികളും ആ കാര്യം മനസ്സിലാക്കണം.
സുവിധമായ രൂപത്തിൽ സമീപിച്ചതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. പണിയെടുത്ത് കൂലി കിട്ടിയില്ലെങ്കിൽ ആരും പറയും. 30 ദിവസം ജോലി ചെയ്ത് 31ാമത്തെ ദിവസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ ജീവനക്കാർ എന്ത് ചെയ്യും? ഒരു മാസത്തെ ശമ്പളമെങ്ങാനും മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാരായാലും അധ്യാപകന്മാരായാലും ഫാക്ടറി തൊഴിലാളികളായാലും എന്ത് നിലപാടുകൾ സ്വീകരിക്കും? അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ ഈ സമരത്തോട് പ്രതികരിക്കാവൂ. പണിയെടുത്ത് കൂലിക്ക് വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത്. പണ്ടത്തെ ജന്മി നാടുവാടി സമ്പ്രദായമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും നാം ഒഴിവാക്കിയതാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടം KP ചന്ദ്രി അധ്യക്ഷയായിരുന്നു. നമുക്കറിയാം, ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നത് 99% സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് ഈ രൂപത്തിലേക്ക് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇതിന് തൊഴിലുറപ്പ് നിയമം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രാബല്യത്തോടുകൂടി കർശന സ്വഭാവത്തോടുകൂടി ഇതിനൊരു നിയമവും അന്ന് പാസാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഗവൺമെന്റ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള വേതനം കൊടുക്കുന്നതിനു വേണ്ടി ബഡ്ജറ്റിൽ വകയിരുത്താത്തത് കൊണ്ടാണ് ഇപ്പോ കഴിഞ്ഞ നവംബർ, ഡിസംബർ, ജനുവരി ഈ 3 മാസങ്ങളിലായി നമ്മുടെ കുന്നുമ്മൽ ബ്ലോക്കിന്റെ 7 പഞ്ചായത്തുകളിൽ 4,22,00,000 രൂപ തൊഴിലെടുത്ത വകയിൽ ഈ തൊഴിലാളികൾക്ക് കിട്ടാനുണ്ട്. P. വിനോദൻ, സന്തോഷ്, TK ദാമോദരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കടത്തനാട് ന്യൂസ്, കുറ്റ്യാടി. പയ്യോളിൽ എക്സിക്യൂട്ടീവ് ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിച്ചു. ദീർഘദൂര വണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന നാട്ടുകാരുടെ ചിരകാല അഭിലാഷമാണ് ഇതിലൂടെ പൂവണിയുന്നത്. എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന് 27 മുതൽ സ്റ്റോപ്പ് അനുവദിച്ചുകൊണ്ടാണ് റെയിൽവേയുടെ പച്ചക്കൊടി. കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഏറെക്കാലത്തെ ശ്രമത്തിനൊടുവിലാണിത്. പയ്യോളിയിൽ മംഗലാപുരം നാഗർകോവിൽ എക്സ്പ്രസ് അടക്കം 12 ട്രെയിനുകൾ നിർത്തിവരുന്നുണ്ട്. എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 3 പതിറ്റാണ്ടായി നാട്ടുകാരും റെയിൽവേ വികസന കർമ്മസമിതിയും രംഗത്തുണ്ടായിരുന്നു. ട്രെയിൻ തടയലടക്കമുള്ള സമരങ്ങൾ നാട്ടുകാർ നടത്തി വരികയായിരുന്നു. ഒടുവിൽ സർവകക്ഷി യുവജന സംഘടനകളും രംഗത്ത് വന്നു. ഇതിനിടയിൽ എഗ്മോർ എക്സ്പ്രസിന് പയ്യോളിയിൽ സ്റ്റോപ്പ് അനുവദിച്ചിരുന്നെങ്കിലും പിന്നീട് റെയിൽവേ നിർത്തലാക്കുകയായിരുന്നു. കടത്തനാട് ന്യൂസ്, പയ്യോളി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. Traditionally trusted for 150 years, world's first ISO BIS certification for quality. Bobby Cheminor International Groups, Bobby and Maradona Gold Diamond Jewelry. സൂപ്പർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു 1 വർഷം വാറണ്ടിയുള്ള തങ്കം പൊതിഞ്ഞ ആഭരണങ്ങൾക്ക് പുറമെ ഇപ്പോൾ 6 മാസം 3 മാസം വാറണ്ടിയുള്ള തങ്കം പൊതിഞ്ഞ ആഭരണങ്ങളും. ഈ ആഭരണങ്ങൾക്കെല്ലാം ഉപയോഗശേഷം തിരിച്ചു നൽകുമ്പോൾ അതിലടങ്ങിയ തങ്കത്തിന്റെ വില നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു. അതിപുരാതനവും നൂതനവുമായ 1000-ൽ പരം ഡിസൈനുകൾ. അഴകേറും തങ്കത്തിലക്കം, ആരും പറയും സൂപ്പർ എന്ന്. തങ്കം പൊതിഞ്ഞ ആഭരണങ്ങൾ, സൂപ്പർ ജ്വല്ലറി, തലശ്ശേരി റോഡ്, നാദാപുരം. ബൂട്ട്സ് ഹൈപ്പർ മാർക്കറ്റ്. കളക്ഷൻ ഓഫ് ലേഡീസ്, ജെന്റ്സ് ആൻഡ് കിഡ്സ് ഫുഡ്വെയർസ്. Toys and gift items. Travel and ladies bags. Fancy and cosmetics.
ബൂട്ട്സ് ഹൈപ്പർ മാർക്കറ്റ്, കല്ലാച്ചി. എന്താണ് മാമുക്ക നമ്മുടെ വടകരയിൽ? അതെ, നമ്മളെ മോളെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാ. കോഴിക്കോട്ടും എറണാകുളത്തും ഒന്നും കിട്ടാത്ത വീട്ടു സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ, അത് മുന്തിയത് വടകര ലെക്സസ് കിട്ടുമ്പോ നമ്മൾ ഇങ്ങോട്ടല്ലാണ്ട് വേറെ എങ്ങോട്ടാണ്ട് പോവുക? വരി മക്കളെ. കേട്ടാ തോന്നും ഇതൊരു പരസ്യമാണ്. എന്നാ വടകര ലെക്സസ് ഇന്റർനാഷണൽ വന്ന നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞത് സത്യമാണെന്ന്. ലെക്സസ് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് സമീപം, കരിമനപ്പാലം, വടകര. വാർത്തകൾ തുടരുന്നു. കായപ്പനച്ചിയിൽ വെച്ച് സ്കൂട്ടറിൽ 2 കിലോഗ്രാം കഞ്ചാവ് കടത്തിയ കേസിലെ പ്രതിയെ വടകര എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കായപ്പനച്ചിയിൽ വെച്ച് സ്കൂട്ടറിൽ 2 കിലോഗ്രാം കഞ്ചാവ് കടത്തിയ കേസിലെ പ്രതി തലശ്ശേരി മേക്കുന്നിലെ അത്തോൾ വീട്ടിൽ ബിജു വർഗീസിനെ വടകര എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെ ഇയാൾ സ്കൂട്ടർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്ന് കഞ്ചാവ് കൊണ്ടുവരുന്ന പ്രതി വിദ്യാർത്ഥികൾക്കും അന്യസംസ്ഥാന തൊഴിലാളികൾക്കും കഞ്ചാവ് വിറ്റിരുന്നതായി എക്സൈസ് അധികൃതർ പറഞ്ഞു. സർക്കിൾ ഇൻസ്പെക്ടർ വൈ ഷിബുവിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ടോണി എസ് ഐസക്, പ്രിവന്റീവ് ഓഫീസർ എൻ കെ വിനോദൻ, സിവിൽ ഓഫീസർമാരായ പ്രമോദ് പുളിക്കൽ, സുഭാഷ് ചന്ദ്രൻ, എൻ എസ് സുനീഷ്, കെ പി സായിദാസ്, കെ സി ബിനേഷ് എന്നിവരാണ് പരിശോധന നടത്തിയത്. KL 13 C7702 എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള കൈനറ്റിക് കോണ്ട സ്കൂട്ടറിൽ 2 കിലോ ഗഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയും എന്നാൽ ഇന്ന് കണ്ണൂർ ജില്ലയിലെ മേക്കുന്ന് ഭാഗത്ത് താമസിക്കുന്ന ബിജു വർഗീസിനെ ഞങ്ങളെ പാർട്ടി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. മേപ്പടി പ്രതി നിരവധി ഗഞ്ചാവ് കേസിലെ പ്രതിയും അടിപിടി കേസിലെ പ്രതിയും പിടികിട്ടാ പുള്ളിയുമാണ്. തലശ്ശേരി, മാഹി, വടകര, കുറ്റ്യാടി ഭാഗങ്ങളിലെ കോളേജ് വിദ്യാർത്ഥികൾക്കും അന്യസംസ്ഥാന തൊഴിലാളികൾക്കും ഗഞ്ചാവ് വിതരണം ചെയ്യുന്ന ആളിലെ മുഖ്യ കണ്ണിയാണ് ഇയാൾ. ആന്ധ്രയിൽ നിന്നും ഒറീസയിൽ നിന്നുമാണ് അയാൾ നേരിട്ട് ഗഞ്ചാവ് എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്റെ ഇൻസ്പെക്ടർ ടോണി ഐസക്കിന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ടീം തന്നെ വടകരത്തെ മറ്റൊരു കുപ്രസിദ്ധ കുറ്റവാളിയായ ഷാഫി തങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ബഹുമാനപ്പെട്ട വടകര കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ കേസിലെ പ്രതിയെ ചോദ്യം ചെയ്തു വരുന്നു. വൈകുന്നേരം കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കടത്തനാട് ന്യൂസ്, വടകര. മണിയൂർ അഖിലേന്ത്യാ വോളിബോൾ ഇന്ന് മുതൽ 3 മത്സരങ്ങൾ. മണിയൂർ ഗ്രാമപഞ്ചായത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ധനശേഖരണാർത്ഥം മണിയൂർ ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിൽ ബുധനാഴ്ച മുതൽ 3 മത്സരങ്ങൾ നടക്കും. തിങ്കളാഴ്ചത്തെ പുരുഷ വിഭാഗം മത്സരത്തിൽ 2-3 സെറ്റുകൾക്ക് സർവീസിനെ പരാജയപ്പെടുത്തി KSCB വിജയിച്ചു. ചൊവ്വാഴ്ച വനിതാ വിഭാഗത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ KSCB 1-3 സെറ്റുകൾക്ക് കേരള പോലീസിനെ പരാജയപ്പെടുത്തി. പുരുഷ വിഭാഗം മത്സരം IOB ചെന്നൈയും BPCL കൊച്ചിയും തമ്മിലായിരുന്നു. ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് വെങ്കല മെഡൽ ജേതാവ് AM ബിൻസി കളിക്കാരെ പരിചയപ്പെട്ടു. ബുധനാഴ്ച പുരുഷ വിഭാഗം മത്സരത്തിൽ ONGC ഡെറാഡൂൺ സദേൺ റെയിൽവേയെയും സർവീസസ് ടീം BPCL കൊച്ചിയെയും കേരള പോലീസ് ICF ചെന്നൈയെയും നേരിടും. പുരുഷ വിഭാഗത്തിൽ തുടർച്ചയായി 3 സെറ്റുകൾക്ക് BPCL കൊച്ചിയെ പരാജയപ്പെടുത്തി IOB ചെന്നൈ വിജയിച്ചു. കടത്തനാട് ന്യൂസ്, വടകര. KSCB കരാർ തൊഴിലാളി യൂണിയൻ വടകര വൈദ്യുതി ഭവനിൽ ധർണ നടത്തി. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സുധീഷ് പേരാമ്പ്ര അധ്യക്ഷത വഹിച്ചു. വടകര ഡിവിഷൻ പ്രസിഡന്റ് ഷിജിൽ നന്ദിയും പറഞ്ഞു.
KSEBയിലെ കരാർ തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കരാർ തൊഴിലാളി സംഘടനയായ KKTFന്റെ നേതൃത്വത്തിൽ വടകര ഇലക്ട്രിക്കൽ സർക്കിളിന് മുന്നിൽ ധർണ നടത്തി. മാർച്ച് 1 തിരുവനന്തപുരം വൈദ്യുത ഭവനിൽ നടക്കുന്ന ധർണയുടെ പ്രചാരണത്തോടനുബന്ധിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. KSEBയുടെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് കരാർ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ത്രികക്ഷി കരാറിൽ ഉൾപ്പെടുത്തുക, തൊഴിലാളികളുടെ വേതനം നൽകുന്നതിലുള്ള കാലതാമസം ഒഴിവാക്കുക, സ്ഥിരപ്പെടുത്തൽ പാക്കേജ് പ്രഖ്യാപിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത്. ധർണയുടെ ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ജോർജ് വർഗീസ് നിർവഹിച്ചു. ചടങ്ങിൽ വയനാട് ജില്ലാ സെക്രട്ടറി വിനു, നാദാപുരം ഡിവിഷൻ സെക്രട്ടറി സുധീഷ് എന്നിവർ സംബന്ധിച്ചു. വടകര ഡിവിഷൻ പ്രസിഡന്റ് ഷിജിൽ നന്ദി രേഖപ്പെടുത്തി. കടത്തനാട് ന്യൂസ്, വടകര. മണിയൂരിന്റെ കായിക സ്വപ്നങ്ങൾ സഫലമാക്കാൻ അഖിലേന്ത്യാ ടൂർണമെന്റ്. കാണികളുടെ തിരക്കു കാരണം ടൂർണമെന്റ് ശ്രദ്ധേയമായി. മണിയൂർ ഗ്രാമപഞ്ചായത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ധനശേഖരണാർത്ഥം തെനങ്കാലിൽ പെട്രോളിയം ഖത്തർ ട്രോഫിക്കും സൾഫർ കെമിക്കൽസ് ദോഹ ട്രോഫിക്കും വേണ്ടി ജൂപ്പിറ്റർ സ്പോർട്സ് ക്ലബിന്റെ സഹകരണത്തോടെയാണ് മണിയൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ മത്സരം നടക്കുന്നത്. ഇൻഡോർ സ്റ്റേഡിയം എന്നത് മണിയൂരിന്റെ സ്വപ്നമാണ്. 200 മീറ്റർ പോലും നേർരേഖയിൽ നടക്കാൻ സൗകര്യമില്ലാത്ത മണിയൂർ പഞ്ചായത്ത് ഹൈസ്കൂളിലെ ഗ്രൗണ്ടിൽ നിന്നും AM ബിൻസിയെ കിലോമീറ്ററുകൾ അകലെയുള്ള ദേവഗിരി കോളേജിലെ ഗ്രൗണ്ടിലെത്തിച്ചാണ് പരിശീലകൻ ഹരിദാസൻ ദേശീയ തലത്തിലെത്തിച്ചതും ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ നടത്തത്തിൽ വെങ്കലം നേടിച്ചതും. പതിയാരക്കരയിൽ നിന്നും ഇന്ത്യൻ അത്ലറ്റിക് മീറ്റിലെത്തിയ അരുൺലാലിനും കളിക്കളമില്ലാത്തതിന്റെ പോരായ്മ തന്നെയായിരുന്നു പ്രധാന പ്രശ്നം. സ്ഥിരമായി ജില്ലാതല മത്സര വിജയികളായിരുന്ന മുടപ്പിലാവിൻ ഐക്യ കേരള ടീമിനും കളിക്കളമില്ലായ്മയായിരുന്നു ഉയർച്ചയ്ക്ക് തടസ്സമായത്. ഇൻഡോർ സ്റ്റേഡിയം എന്ന മണിയൂരിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ KSEB, VK കൃഷ്ണമേനോൻ കോളേജ്, സദേൺ റെയിൽവേ, കേരള പോലീസ്, IOB ചെന്നൈ, BPCL കൊച്ചി, ONGC, ICF തമിഴ്നാട് സ്റ്റേറ്റ് ടീം തുടങ്ങിയ പ്രമുഖ ടീമുകളെയാണ് കളിക്കളത്തിലിറക്കുന്നത്. 5500 പേർക്കിരിക്കാൻ ഗാലറിയും 1500 പേർക്ക് കസേരയും ഒരുക്കിയ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന മത്സരം മുതൽ കാണികളുടെ വൻ തിരക്കാണ്. ദ്രോണാചാര്യ കോച്ച് ON നമ്പ്യാരുടെ നാട്ടിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം എന്ന സ്വപ്നമാണ് അഖിലേന്ത്യാ വോളിയോടെ സഫലമാകാൻ പോകുന്നത്. കടത്തനാട് ന്യൂസ്, വടകര. ഇനി മറ്റു ചില വാർത്തകളിലേക്ക്. വള്ളിക്കാട് പുഞ്ചപ്പാലം 5 നാടൻ ബോംബുകൾ കണ്ടെത്തി. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പുഞ്ചപ്പാലം തോട് വൃത്തിയാക്കുന്നതിനിടയിലാണ് ബോംബ് കണ്ടത്. സംഭവ സ്ഥലത്ത് പോലീസും ബോംബ് സ്ക്വാഡും എത്തി പരിശോധന നടത്തി. കടത്തനാട് ന്യൂസ്, വടകര. കടമേരി കീരിയങ്ങാടി ശാഖ മുസ്ലിം ലീഗ് സമ്മേളനവും വെള്ളിലാട്ട് മൊയ്തു സാഹിബ്, മഠത്തിൽ പോകർ ഹാജി, CK അഹമ്മദ് മൗലവി അനുസ്മരണവും കടമേരി കീരിയങ്ങാടിയിൽ വെച്ച് നടന്നു. പരിപാടിയിൽ തറമ്മൽ കുഞ്ഞമ്മദ് സ്വാഗതവും CK മൊയ്തു മാസ്റ്റർ അധ്യക്ഷതയും പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനവും ചെയ്തു. P ഷാദുലി അനുസ്മരണ പ്രഭാഷണവും നടത്തി. അഷ്കർ ഫറൂഖ് മുഖ്യപ്രഭാഷണവും നൊച്ചാട്ട് കുഞ്ഞബ്ദുള്ള, കാട്ടിൽ മൊയ്തു മാസ്റ്റർ, VP മുഹമ്മദ് അലി, അഷ്റഫ് വെള്ളിലാട്ട്, CK ഗഫൂർ, MM മുഹമ്മദ്, TK ഹാരിസ്, എടവത്ത് ഹാരിസ്, അബ്ദുള്ള കടമേരി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന യുവജനോത്സവത്തിൽ A ഗ്രേഡ് നേടിയ തലശ്ശേരി മുബാറക് ഹൈസ്കൂൾ ടീമിലെ ജംഷീർ കൈനിക്കരയുടെ പാട്ടും ഉണ്ടായി. പ്രധാനമന്ത്രി സ്ഥാനത്ത് അവരോധിക്കാൻ ഒരു കാരണവശാലും ജനാധിപത്യ മതേതരത്വ ഇന്ത്യ സമ്മതിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തേണ്ട സമയം കൂടിയാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സജീവമായി ഈ മോഡിയുടെ മോഡിസത്തിനെതിരെ മതേതരത്വത്തെ സംരക്ഷിക്കാൻ, മതസൗഹാർദ്ദം നിലനിർത്താൻ നിങ്ങളുടെ അശ്രാന്ത പരിശ്രമം ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച മഹാരഥന്മാരായ നേതാക്കന്മാർ, ഈ മരിച്ചുപോയ 3 നേതാക്കന്മാരും നമുക്ക് കാണിച്ചു തന്ന മാർഗമുണ്ട്. നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ അവര് നമുക്ക് വെട്ടിത്തെളിയിച്ച പാതയുണ്ട്. ആ പാതയിലൂടെ തീർച്ചയായും ഈ സമുദായത്തെ നാം മുന്നോട്ട് നയിച്ചാൽ നമുക്ക് എല്ലാ നിലയിലും, അത് രാജ്യത്തിനായാലും സമൂഹത്തിനായാലും നേട്ടമേ ഉണ്ടാകൂ എന്ന് തെളിയിച്ചിട്ടുണ്ട്. കടത്തനാട് ന്യൂസ്, വടകര. പശുക്കടവ് സെന്റർ മുക്കിൽ വെച്ച് സിമന്റ് മിക്സിംഗ് യന്ത്രം കയറ്റിപ്പോവുകയായിരുന്ന ടിപ്പർ ലോറി മറിഞ്ഞ് പരിക്കേറ്റ കല്ലാച്ചി KSFE അസിസ്റ്റന്റ് മാനേജർ പുത്തൻപുരക്കൽ ബേബി എന്ന അഗസ്റ്റിൻ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു. ഭാര്യ അന്നമ്മ, മക്കൾ അഭിജിത്ത്, അഭിനവ്, അക്ഷയ. കടത്തനാട് ന്യൂസ്, കുറ്റ്യാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുറംകരയിൽ പഴയ കെട്ടിടം പൊളിക്കുന്നതിനിടെ കെട്ടിടം തകർന്ന് ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു.
എടോടിയിൽ പ്രവർത്തിക്കുന്ന അനശ്വര ചിറ്റ് ഫണ്ട് ഓഫീസ് പൂട്ടി ഉടമ മുങ്ങിയെന്ന് പരാതി. ഇടപാടുകാർ അങ്കലാപ്പിൽ. അരീക്കരക്കുന്ന് BSF കേന്ദ്രം ഉദ്ഘാടനം ഈ മാസം 26-ന് ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ നിർവഹിക്കും. തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുന്നുമ്മൽ ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണി നടത്തി. ആയിരക്കണക്കിന് സ്ത്രീകളാണ് പ്രതിഷേധവുമായി എത്തിയത്. അഖിലേന്ത്യാ ടൂർണമെന്റ് കാണികളുടെ തിരക്കു കാരണം ശ്രദ്ധേയമായി. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം. കടത്തനാട് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് രൂപിണി തൊട്ടിൽപ്പാലം. സീബ്ര ബ്രേസിയേഴ്സ്, കോസ്മോ സ്റ്റൈൽ സെന്റർ, ചാൻസലർ കോംപ്ലക്സ്, ബീച്ച് റോഡ്, പാറക്കൽ, മാഹി. ഹായ്, നല്ല രസമുണ്ടല്ലോ. എന്താ വില? 3000 20% ഡിസ്കൗണ്ട് കിട്ടി. ഇതിനോ 4000 50% ഡിസ്കൗണ്ട് കിട്ടി. സൂപ്പർ സാരി, ലേറ്റസ്റ്റ് ഡിസൈൻ ആണല്ലോ. എന്താ വില? ഡിസ്കൗണ്ട് കിട്ടിയോ? ഡിസ്കൗണ്ട് ഒന്നുമില്ല, പക്ഷേ 1000 രൂപയേ ഉള്ളൂ. എവിടുന്നാ? രൂപിണി. നിങ്ങൾക്ക് വേണ്ടത് ഡിസ്കൗണ്ടോ കുറഞ്ഞ വിലയോ? കേരളത്തിലെ ഏത് മികച്ച ടെക്സ്റ്റൈൽസിൽ നിന്നും ലഭിക്കുന്ന ഏതുതരം വസ്ത്രവും ഏറ്റവും കുറഞ്ഞ വിലയിൽ രൂപിണിയിൽ ലഭിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ നേരിട്ട് ഷോറൂം സന്ദർശിക്കുക. രൂപിണി തൊട്ടിൽപ്പാലം. രൂപിണി ഇപ്പോൾ കല്ലാച്ചിയിലും. രൂപിണി വെഡ്ഡിംഗ്സ്, കല്ലാച്ചി, തൊട്ടിൽപ്പാലം. ബിബ പർദ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, കല്ലാച്ചി. സ്ത്രീത്വത്തിന്റെ കുലീന ഭാവങ്ങളും മഹിതമായ പാരമ്പര്യവുമായി ബിബ പർദ. പർദ, ഹിജാബ്, കിഡ്സ് പർദ, ഹബായ, സ്യൂട്ട് പർദ, മഫ്ത, ഉമ്മാമ മക്കന, നഖാബ്, നമസ്കാര കുപ്പായം, കയ്യുറ, സോക്സ്, ഹജ്ജ് വസ്ത്രങ്ങൾ, മാക്സി, ടൈറ്റ്സ്, കോട്ടൺ ഷാളുകൾ, ലേഡീസ് ഇന്നവെയറുകൾ തുടങ്ങിയവയെല്ലാം ബിബ പർദ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവിധ മോഡലിലുള്ള പർദകളും ചുരിദാറുകളും മാക്സികളും നിങ്ങളുടെ ഇഷ്ടാനുസരണം സ്റ്റിച്ച് ചെയ്ത് നൽകുന്നു. പർദകൾക്കും അനുബന്ധ സാധനങ്ങൾക്കുമായി വിപുലമായ ഹോൾസെയിൽ സെക്ഷൻ. നിങ്ങളുടെ പഴയ പർദകൾ പുതിയ രൂപത്തിലും ഫാഷനിലും നിങ്ങളെ അതിശയിപ്പിക്കും വിധം മോഡിഫൈ ചെയ്ത് നൽകുന്നു. ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ സമ്പൂർണ്ണമായി പൂർത്തിയാക്കുന്ന വസ്ത്രാലയം ബിബ പർദ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, മെഡോ കോംപ്ലക്സ്, ഫസ്റ്റ് ഫ്ലോർ, മാർക്കറ്റ് റോഡ്, നിയർ ജീപ്പ് സ്റ്റാൻഡ്, കല്ലാച്ചി. ബിസ്മി സിൽക്ക് സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിന് പിൻവശം, നാദാപുരം. വിസ്മയിപ്പിക്കുന്ന വസ്ത്രശേഖരങ്ങളുടെ കലവറ ബിസ്മി സിൽക്ക് സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്. വിവാഹ സാരികൾ, ഡിസൈനർ സാരികൾ, ലേഡീസ് റെഡിമെയ്ഡ്സ്, ജെന്റ്സ് റെഡിമെയ്ഡ്സ്, കിഡ്സ് റെഡിമെയ്ഡ്സ്, ഷർട്ടിംഗ് സൂട്ടിംഗ് ഡ്രസ് മെറ്റീരിയൽസ്, ബ്രാൻഡഡ് കോട്ടൺ മുണ്ടുകൾ എല്ലാം ബിസ്മിയിൽ നിന്നും ഇഷ്ടാനുസരണം സ്വന്തമാക്കാം. 3 നിലകളിലായി സജ്ജീകരിച്ച വസ്ത്രവിസ്മയങ്ങളുമായി നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് ചാരുതയേകാൻ ബിസ്മി. വിപുലമായ സെലക്ഷൻ, ഏറ്റവും കുറഞ്ഞ വില, ഹൃദ്യമായ സേവനം. ബിസ്മി സിൽക്ക് സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്. വളർച്ചയുടെ പടവുകളിൽ നിങ്ങൾ തന്ന സ്നേഹ സഹകരണങ്ങൾക്ക് നന്ദി. നാദാപുരത്തിന്റെ മനസ്സറിഞ്ഞ വസ്ത്രശേഖരം ബിസ്മി സിൽക്ക് സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിന് പിൻവശം, നാദാപുരം. കടത്തനാട് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സീബ്ര ബ്രേസിയേഴ്സ്. ഫിൽ ദ ജനറേഷൻ ഗ്യാപ്പ് വിത്ത് ഡിഫറെന്റ് മോഡൽസ് ആൻഡ് ഫീൽ ദ റിയൽ കംഫർട്ട്.